നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ ഉദ്യോഗസ്ഥർ കള്ളവോട്ടിന് ഒത്താശ ചെയ്തുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. തൃക്കരിപ്പൂരിലെ 18 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്നും UDF. ഈ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരിക്കണം റീപോളിംഗ് എന്നും UDF ആവശ്യപ്പെട്ടു. വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നിൻ നിറമുള്ള കണിക്കൊന്നകൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു. കാസർഗോഡിന്റെ പാതയോരങ്ങളിൽ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകൾ ഒരുക്കി നിരവധി ഇടങ്ങളിലാണ് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണ തിരക്കിലാണ് കാസർഗോട്ടെ ഒരു ഗ്രാമം. മടിക്കൈ എരിക്കുളത്താണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മൺകല നിർമ്മാണം. ഈ വിഷുക്കാലത്ത് 40,000-ഓളം കണിച്ചട്ടികളാണ് ഇവിടെ ഒരുങ്ങുന്നത്. വിഷുവിന് കണി കൊണ്ടുവരാൻ കൃഷ്ണവിഗ്രഹങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതാണ്. കാർമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണൻ ഓടക്കുടൽ ഊതുന്ന വിഗ്രഹങ്ങളുടെ നീണ്ട തിര തന്നെ കാണാം കാസർഗോട്ടെ പല കടകളിലും. ഇത് മനോഹരമായ വിഷു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പാറപ്പള്ളി മഖാം ഉറൂസ് 15 മുതൽ 20 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 15-ന് മഖാം ഉറൂസ് ചെയർമാൻ അബൂബക്കർ ഹാജി കാലിച്ചാമ്പാറ പതാക ഉയർത്തുന്നതോടെയാണ് ഉറൂസിന് തുടക്കമാവുക. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിൽ ഉദ്യോഗസ്ഥർ കള്ളവോട്ടിന് ഒത്താശ ചെയ്തുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. തൃക്കരിപ്പൂരിലെ 18 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്നും UDF. ഈ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരിക്കണം റീപോളിംഗ് എന്നും UDF ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂരിൽ റീപോളിംഗ് വേണമെന്ന ആവശ്യവുമായി UDF രംഗത്ത്. തൃക്കരിപ്പൂരിൽ ഉദ്യോഗസ്ഥർ കള്ളവോട്ടിന് ഒത്താശ ചെയ്തുവെന്നും അതിനാൽ റീപോളിംഗ് വേണമെന്നുമാണ് UDF ആവശ്യപ്പെടുന്നത്. പിലിക്കോട് പഞ്ചായത്തിലെ 136 മുതൽ 146 വരെയുള്ള ബൂത്തുകളിലുൾപ്പെടെ റീപോളിംഗ് വേണമെന്നാണ് UDFന്റെ ആവശ്യം. 90% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകളാണ് ഇവയെല്ലാം. ഈ ബൂത്തുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ LDFന് വേണ്ടി കള്ളവോട്ട് ചെയ്യുന്നതിന് ഒത്താശ നടത്തിയെന്ന് UDF ആരോപിക്കുന്നു. കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരിക്കണം ഇവിടങ്ങളിൽ റീപോളിംഗ് നടത്തേണ്ടതെന്നും UDF ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നിൻ നിറമുള്ള കണിക്കൊന്നകൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു. കാസർഗോഡിന്റെ പാതയോരങ്ങളിൽ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളൊരുക്കി നിരവധി ഇടങ്ങളിലാണ് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മലയാളിയുടെ മനസ്സിലും മണ്ണിലും വിളവെടുപ്പിന്റെ സമൃദ്ധിയും പുതിയ വർഷത്തിന്റെ പ്രതീക്ഷയും ഒരുപോലെ നിറഞ്ഞ ഉത്സവമാണ് വിഷു. ഗൃഹാതുരതയുടെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഉത്സവ ദിനത്തെ വിപുലമായ ആഘോഷമാക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ഐശ്വര്യപൂർണമായ ഭാവിയുടെ പുതുനാമ്പുകളേകി വിഷുവിനെ വരവേൽക്കുവാൻ കണിക്കൊന്നകൾ പൂത്തൊരുങ്ങി നിൽക്കുകയാണ്. കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുകയാണ് കാസർഗോഡിന്റെ വഴിയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന കൂട്ടങ്ങൾ. ഇതിൽ ദേശീയപാതയോരത്ത് അണങ്കൂർ GLP സ്കൂൾ ഗ്രൗണ്ടിൽ കണ്ണിന് കുളിർമ പകർന്ന് പൂത്തുനിൽക്കുന്ന കണിക്കൊന്നകളുടേതാണ് ഈ മനോഹര ദൃശ്യം.
കാസർഗോഡ് നഗരത്തിലെ പാതയോരങ്ങളിൽ അങ്ങിങ്ങായി പൂത്തുനിൽക്കുന്ന കണിക്കൊന്നകൾ കണ്ണിന് കുളിർമ പകരുന്ന മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. സാധാരണ ഏപ്രിൽ മാസത്തോടെയാണ് കണിക്കൊന്ന പൂക്കുന്നതെങ്കിലും വേനൽ ചൂട് അധികമായതോടെ ഈ വർഷം മാർച്ച് തുടക്കത്തിൽ തന്നെ കണിക്കൊന്നകൾ പൂത്തിരുന്നു. വിഷുക്കണിയിൽ മലയാളികൾക്ക് ഒഴിവാക്കുവാൻ പറ്റാത്ത ഒന്നാണ് കൊന്നപ്പൂവ്. കാർഷിക വിളകൾ, നാണയങ്ങൾ, വസ്ത്രം തുടങ്ങിയവയ്ക്കൊപ്പം കൊന്നപ്പൂവ് കൂടിയുണ്ടെങ്കിൽ മാത്രമേ മലയാളിയുടെ വിഷുക്കണി പൂർണ്ണമാകുകയുള്ളൂ. വിഷു അടുത്തതോടെ എങ്ങും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ്. അതിൽ കാസർഗോഡിന്റെ ദേശീയപാതയോരത്തെമ്പാടുമായി സ്വർണ്ണ നിറത്തിൽ വിളങ്ങി നിൽക്കുന്ന കണിക്കൊന്നകളുടെ ദൃശ്യഭംഗി അതിമനോഹരമാണ്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണ തിരക്കിലാണ് കാസർഗോട്ടെ ഒരു ഗ്രാമം. മടിക്കൈ എരിക്കുളത്താണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മൺകല നിർമ്മാണം. ഈ വിഷുക്കാലത്ത് 40,000-ഓളം കണിച്ചട്ടികളാണ് ഇവിടെ ഒരുങ്ങുന്നത്. വിഷുക്കാലമായതോടെ കണിച്ചട്ടി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് എരിക്കുളം ഗ്രാമത്തിലെ ഓരോ വീടുകളും. വിഷുക്കാലം ഇവർക്ക് പ്രതീക്ഷകളുടേതാണ്, ഒപ്പം അതിജീവനത്തിന്റെയും. മൺപാത്ര നിർമ്മാണം ഉപജീവന മാർഗമാക്കിയ 200ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. പ്രതിസന്ധി കാലത്തും മൺപാത്ര നിർമ്മാണത്തെ മുറുകെ പിടിക്കുന്ന ഇവർ വിഷു വിപണി ലക്ഷ്യമിട്ട് 40,000-ഓളം കണിച്ചട്ടികളാണ് ഇത്തവണ ഒരുക്കുന്നത്. 40 വർഷമായി മൺപാത്ര നിർമ്മാണം തുടർന്നു വരുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. 300 മുതൽ 400 വരെ കലങ്ങളാണ് ഓരോ വീടുകളിലും നിർമ്മിക്കുന്നത്. ഇവയുടെ ഒരുക്കങ്ങൾ 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. എരിക്കുളം വയലിൽ നിന്ന് ശേഖരിക്കുന്ന കളിമൺ ഉപയോഗിച്ചാണ് കണിച്ചട്ടി നിർമ്മാണം. വിവിധ വലിപ്പത്തിലുള്ള ചട്ടികളാണ് പരമ്പരാഗത ശൈലിയിൽ ഇവർ ഉണ്ടാക്കുന്നത്. വലുപ്പത്തിനനുസരിച്ച് 150 മുതൽ 300 രൂപ വരെയാണ് വില. കണിച്ചട്ടികൾ വീടുകളിലേക്ക് തലച്ചുമടായി കൊണ്ടുപോയാണ് വിൽപ്പന. കടകളിലേക്കും മൺകലങ്ങൾ നൽകി വരുന്നു. ഇവിടുത്തെ മൺപാത്ര നിർമ്മാണത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. ആറന്മുള കണ്ണാടിയും ബാലരാമപുരം കൈത്തറിയും ഉൾപ്പെടുന്ന ഭൗമസൂചികാ പദവിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിലേക്ക് കാസർഗോഡ് സാരിക്ക് ശേഷം എരിക്കുളം മൺപാത്രങ്ങളും ഉടൻ ഇടം നേടും. ഭൗമസൂചിക പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന കേരളത്തിലെ ഏക മൺപാത്ര വ്യവസായമാണ് എരിക്കുളത്തേത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരു നന്ദൂരിൽ അമിത വേഗതയിൽ വന്ന ബൈക്ക് സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് യുവാവിന് ദാരുണ മരണം. ധർമ്മസ്ഥല സ്വദേശി ഗോപാലകൃഷ്ണയാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രികനായ ഫോട്ടോഗ്രാഫർ മോഹൻരാജ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുപുരയിലെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഗോപാലകൃഷ്ണ. താരായിത്തോട്ടത്തിന് സമീപം വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബൈക്ക് സ്കൂട്ടറിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ യുവാവ് ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. പരിക്കേറ്റ മോഹൻരാജിന്റെ മകളുടെ വിവാഹം മെയ് 10 നടക്കാനിരിക്കെയാണ് ഈ ദുരന്തം. അപകടത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ പിന്നാലെ വന്ന ടെമ്പോയുടെ ഡാഷ്ബോർഡ് ക്യാമറയിൽ പതിഞ്ഞു. ടെമ്പോ ഡ്രൈവർ ഗംഗാധർ ഉടൻ തന്നെ മോഹൻരാജിനെ ആശുപത്രിയിലെത്തിച്ചു. അപകട വിവരം അറിയാതെ പോയ ടിപ്പർ ലോറിയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് 2 കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഈ അപകടത്തിന് കാരണമായത്. കദ്രി ട്രാഫിക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പാറപ്പള്ളി മകാമുറൂസ് 15 മുതൽ 20 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 15-ന് മകാം ഉറൂസ് ചെയർമാൻ
അബൂബക്കർ ഹാജി കാലിച്ചാംപാറ പതാക ഉയർത്തുന്നതോടെയാണ് ഉറൂസിന് തുടക്കമാവുക. പാറപ്പള്ളി മഖാം ഉറൂസ് 15 മുതൽ 20 വരെ തീയതികളിലായി വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15-ന് വൈകിട്ട് 4:30-ന് മഖാം ഉറൂസ് ചെയർമാൻ അബൂബക്കർ ഹാജി കാലിച്ചാംപാറ പതാക ഉയർത്തുന്നതോടെയാണ് തുടക്കമാവുക. രാത്രി 8:30-ന് ഡോക്ടർ കോയ കാപ്പാടും സംഘവും അവതരിപ്പിക്കുന്ന മദ് രാവ് നടക്കും. 16-ന് വ്യാഴം വൈകിട്ട് 6:30-ന് ഉദ്ഘാടന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അബൂബക്കർ ഹാജി കാലിച്ചാംപാറ ചെയർമാൻ ഉറൂസ് കമ്മിറ്റി മഗ്‌രിബിന് ശേഷം 7 മണിക്ക് ഖത്തം ദുആ മജ്ലിസ് നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നംകൈ. രാത്രി 9-ന് ഉദ്ഘാടന സമ്മേളനമാണ്. സ്വാഗതം പി അബ്ദുള്ള ഹാജി മയ്യൂരി, ജോയിന്റ് കൺവീനർ ഉറൂസ് കമ്മിറ്റി. വെള്ളിയാഴ്ച രാത്രിയുടെ മദദ് രാവും അതുപോലെ തന്നെ ഖത്തം ദുആ മജ്ലിസുമാണ്. അന്ന് രാത്രി സ്വാഗതം പി പാറപ്പള്ളി വൈസ് ചെയർമാൻ ഉറൂസ് കമ്മിറ്റി. മധു രാവിലെ നേതൃത്വം നൽകുന്നത് ഡോക്ടർ കോയ കാപ്പാട് ആൻഡ് ടീം. നന്ദി ടി കെ അബ്ദുറഹ്മാൻ ഹാജി, കൺവീനർ ഫിനാൻസ് കമ്മിറ്റി. 2026 ഏപ്രിൽ 16 വ്യാഴം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് മജ്ലിസും ഉദ്ഘാടന സമ്മേളനവും. സ്വലാത്ത് മജ്ലിസിന്റെ നേതൃത്വവും ഉറൂസിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ അദ്ദേഹം നിർവഹിക്കുന്നു. തുടർന്ന് ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നൈമി അൽ ബുഖാരി കൊല്ലം മതപ്രഭാഷണം നടത്തും. 17-ന് വൈകിട്ട് 6:30-ന് മജ്‌ലിസുന്നൂറിന് സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങൾ ഏഴിമല നേതൃത്വം നൽകും. തുടർന്ന് രാത്രി 9 മണിക്ക് മുഹമ്മദ് അനസ് ബാഗവി കൊല്ലം മതപ്രഭാഷണം നടത്തും. 18-ന് ശനിയാഴ്ച വൈകിട്ട് 6:30-ന് മദനിയം സദസ്സിന് അബ്ദുൽ ലത്തീഫ് സഖാഫി പാറപ്പള്ളി നേതൃത്വം നൽകും. 19-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ വിവിധ ടീമുകളുടെ മെഗാദഫ് പ്രദർശനം നടക്കും. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് കെ അബൂബക്കർ മാസ്റ്റർ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ ഹാജി കാലിച്ചാംപാറ, ജനറൽ കൺവീനർ കെ എം അബ്ദുൽ റഹ്മാൻ പാറപ്പള്ളി, ട്രഷറർ സാലിഹ് വൈറ്റ് ഹൌസ്, പ്രചരണ കമ്മിറ്റി ചെയർമാൻ എ ഉമ്മർ പാറപ്പള്ളി, കൺവീനർ കെ ഹമീദ് കാലിച്ചാംപാറ, മീഡിയ വൈസ് ചെയർമാൻ റഹ്മാൻ അമ്പലത്തറ, ജോയിന്റ് കൺവീനർ എം കെ ഹസൈനാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷുവിനെ കളർഫുള്ളാക്കുവാൻ കാസർഗോട്ട് പടക്ക വിപണി സജീവം. കാലം മാറിയതനുസരിച്ച് ആകർഷകവും പുതുമ നിറഞ്ഞതുമായ ഐറ്റങ്ങളാണ് വിഷുവിന് വിപണിയിൽ നിറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം ഓലപ്പടക്കം മുതൽ സ്കൈ ഷോട്ട് വരെയുള്ള പടക്കങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വിഷുവിന് കണിയൊരുക്കുവാൻ കൃഷ്ണ വിഗ്രഹം പ്രധാനമാണ്. കണ്ണനെ കണ്ണുനിറയെ കണി കണ്ടാണ് വിഷു പുലരിയുണരുക. മയിൽപീലിക്കിടയിലൂടെ കണ്ണന്റെ ചെറുപുഞ്ചിരി കണ്ട് പുതുവർഷം തുടങ്ങിയാൽ പിന്നീടുണ്ടാകുക ഐശ്വര്യത്തിന്റെ നാളുകളായിരിക്കും. കണിയൊരുക്കുവാനായി വിവിധ രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ വിപണിയിൽ സജീവമാണ്. കാർമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂതുന്ന വിഗ്രഹങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം കാസർഗോട്ടെ പല കടകളിലും. മനോഹരമായ വിഷുക്കാഴ്ചയാണ് ഭഗവാന്റെ ഈ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നത്. പല നിറത്തിലും ഭാവത്തിലുമുള്ള വിഗ്രഹങ്ങളാണ് വിപണിയിലുള്ളത്. മിക്ക കടകളിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് കൂടുതലായുള്ളത്. വിലക്കുറവായതിനാൽ തന്നെ ഈ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വലിപ്പത്തിനനുസരിച്ച് വിഗ്രഹങ്ങളുടെ വിലയും കൂടും. കുറേ കാലം ഈട് നിൽക്കുന്ന ഫൈബർ വെങ്കല വിഗ്രഹങ്ങൾക്കും ഡിമാൻഡ് കുറവല്ല. വില അല്പം കൂടുതലാണെങ്കിലും പൊട്ടാതെ നിറം മങ്ങാതെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മാർബിളിൽ തീർത്ത കൃഷ്ണ വിഗ്രഹങ്ങളും വിപണിയിൽ ലഭ്യമാണ്. കടകൾക്ക് പുറമെ ദേശീയപാതയോരത്തും കൃഷ്ണ വിഗ്രഹങ്ങളുടെ കച്ചവടം തകൃതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരു ഇടവേള. നിറമായി ചിതറൂ നീ ലോകം ഒന്നാകെ. The House of Bridals by Century Wedding Center. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ
ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ചീമേനിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി പടർത്തി. പടന്നയിൽ നിന്നും കമ്പല്ലൂരിലെ വിവാഹ വീട്ടിലേക്ക് പുറപ്പെട്ട സംഘം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പടന്ന സ്വദേശിയായ VKP നൌഫലിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചീമേനി തുറന്ന ജയിലിന് സമീപമെത്തിയപ്പോഴാണ് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും പെട്ടെന്ന് പുക ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുക കണ്ട് ഉടൻ തന്നെ വാഹനം നിർത്തുകയും ഉള്ളിലുണ്ടായിരുന്ന 5 പേരും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇവർ ഇറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ തീ ആളിപ്പടരുകയും വാഹനം പൂർണ്ണമായും കത്തിയമരുകയും ചെയ്തു. യാത്രക്കാർ കൃത്യസമയത്ത് പുറത്തിറങ്ങിയത് വലിയൊരു ദുരന്തമൊഴിവാക്കാൻ സഹായിച്ചു. ആളിപ്പടർന്ന തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും കാർ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരമറിഞ്ഞെത്തിയ പോലീസും അഗ്നിരക്ഷാധികൃതരും ചേർന്ന് അപകട സ്ഥലത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി. കാറിലുണ്ടായിരുന്ന സംഘം പടന്നയിൽ നിന്നും കമ്പല്ലൂരിലെ വിവാഹ വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമായിട്ടില്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ടാകാം അപകടത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 9 വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും അബദ്ധത്തിൽ താഴെ വീണ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട എണ്ണപ്പാറ പെരിയയിലെ സനോജിന്റെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്ഥലത്തിന്റെ രേഖയുടെ കൈമാറ്റം നടന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട നാട്ടുകാരുടെ പ്രിയപ്പെട്ട എണ്ണപ്പാറ പേരിയിലെ സനോജിന് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അപകടമുണ്ടായതു മുതൽ ആവശ്യമായ എല്ലാ സഹായവും നൽകി വരുന്ന നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിലാണ് വീട് നിർമ്മാണം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി സൗജന്യമായി ലഭിച്ച സ്ഥലത്തിന്റെ രേഖയുടെ കൈമാറ്റം നടന്നു. ത്രിവേണി ക്ലബ് പരിസരത്ത് ഉഷിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങ് കോടോംപേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടൊന്നാകെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. നമ്മുടെ സമൂഹത്തിനകത്ത് നേരത്തെ രാജമെമ്പർ പറഞ്ഞതുപോലെ ഇന്ന് പലതരത്തിലുള്ള ലാഭേച്ഛയോടെയുള്ള ഇടപെടൽ നടക്കുമ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ താങ്ങും തണലും ആവശ്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഒരു സമൂഹമാകെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ഏറെ സന്തോഷം. അതും നമ്മുടെ കോടമ്പളൂർ പഞ്ചായത്തിനകത്ത് പേരിയ പോലുള്ളൊരു സ്ഥലം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാവരും ഒത്തൊരുമയോടെ കൈകോർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയൂ. വാർഡ് മെമ്പർ രാജൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിച്ചു. വീട് നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി U നാരായണൻ നായർ സ്ഥലത്തിന്റെ രേഖ സനോജിന് കൈമാറി. തറ നിർമ്മാണത്തിനായുള്ള കല്ലിന്റെ പണം മുൻ അധ്യാപകനും പരിഷത്ത് പ്രവർത്തകനുമായ P കുഞ്ഞിക്കണ്ണൻ കൈമാറി.
പഞ്ചായത്ത് അംഗം സജ്ജന ശ്രീകുമാർ, പൊതുപ്രവർത്തകരായ PV ജയരാജൻ, TV ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ അയ്യങ്കാവ്, ശ്രീജൻ പെരിയ, AV രവിരാജ്, മധു നിർക്കല എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ P കപിൽകുമാർ സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഭവന നിർമ്മാണത്തിന് സ്നേഹനിധികളായ മുഴുവൻ ആളുകളുടെയും സഹായം നിർമ്മാണ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിപ്പൊടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. 2027 ജനുവരി 22 മുതൽ 27 വരെയാണ് മഹോത്സവം നടക്കുന്നത്. കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. 2027 ജനുവരി 22 മുതൽ 27 വരെയാണ് മഹോത്സവം നടക്കുന്നത്. കരിവെള്ളൂർ മുച്ചിലോട്ട വല്യച്ഛൻ പ്രമോദ് കോമരം ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി. 16 വർഷങ്ങൾക്ക് ശേഷം ഈ മഹിതമായ സന്നിധിയിൽ ഒരു പെരുങ്കളിയാട്ടത്തെ നിലനിൽക്കാൻ നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, കഴിഞ്ഞ ഓരോ പെരുങ്കളിയാട്ടങ്ങൾ കഴിയുമ്പോഴും നമുക്ക് ബാക്കിയാവുന്നത് നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് വരുന്ന വലിയ തെറ്റുകൾ അത് നാളെ പറയാനുള്ള അവസരത്തിലേക്ക് മാറുന്ന സാഹചര്യം പല പെരുങ്കളിയാട്ടങ്ങൾക്കുമുണ്ട്. ക്ഷേത്ര പ്രസിഡന്റ് അംബു ഞെക്ലി സ്വാഗതം പറഞ്ഞു. ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളുടെ നാട്ടിൽ തെയ്യം ഞാൻ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ വന്നിട്ട് MP ആയിട്ടല്ല, അതേസമയം അതിനു മുമ്പേ ഞാനിവിടെ വരുമായിരുന്നു. അന്നൊക്കെ ഇവിടെ തെയ്യത്തിനൊക്കെ പോകുമായിരുന്നു, വയനാട്ട് പുലവിന് പോകുമായിരുന്നു. ഇപ്പോ ഞാൻ പോകാത്തൊരു വയനാട്ട് പുലവിന് ഈ കാസർഗോഡ് നടന്നിട്ടില്ല. എല്ലായിടത്തും പോകും. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കെല്ലാം എന്നെ അറിയാം. കാരണം ഞാൻ അവരിൽ ഒരാളാണ്, ആ കുടുംബത്തിലെ ഒരാളാണ്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരാളാണ്. അത് മുച്ചിലോട്ട് കാവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം വിളിക്കുന്നിടത്തെല്ലാം ഞാൻ പോകും. കാര്യം എനിക്ക് എൻ്റെ ജീവിതവുമായി ഒരു ആത്മീയ ബന്ധം ഈ തെയ്യങ്ങൾക്കും അതുപോലെ മുച്ചിലോട്ട് ഭഗവതിക്കും തൊണ്ടച്ചൻ എന്ന് പറയുന്ന വയനാട്ട് പുലവനടക്കമുള്ള എല്ലാവുമായി നമ്മുടെ മനസ്സ് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. കുഞ്ഞമ്പു വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത, ക്ഷേത്ര കോയിമ വേണുരാജ് നമ്പ്യാർ കോടോത്ത്, മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ഭക്തവത്സലൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുകുമാരി, രാധിക TV, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമ്മിനി ടീച്ചർ, ശ്രീലത, വിജയലക്ഷ്മി, പാലക്കുന്ന് കഴകം സ്ഥാനികൻ കുഞ്ഞിക്കണ്ണൻ ആയത്താർ, ട്രഷറർ ചിത്രബാനു, പൂവാണംകുഴി ക്ഷേത്ര പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി, കോട്ടിക്കുളം ജുമാ മസ്ജിദ് ഭാരവാഹി ഷെരീഫ് KBM എന്നിവർ സംസാരിച്ചു. കരിപ്പോടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സ്ഥാനികർ, പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര സ്ഥാനികർ, കുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥാനികർ എന്നിവർ സംബന്ധിച്ചു. കരിപ്പോടി മുച്ചിലോട്ട് സെക്രട്ടറി കൃഷ്ണൻ മാസ്റ്റർ ആഘോഷ കമ്മിറ്റി അംഗങ്ങളെ പരിചയപ്പെടുത്തി. ട്രഷറർ കുഞ്ഞിക്കണ്ണൻ ബജറ്റ് അവതരിപ്പിച്ചു. നാരായണൻ കണിയമ്പാടി നന്ദി രേഖപ്പെടുത്തി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാനായി വേണുരാജ് നമ്പ്യാർ കോടോത്തിനെയും വർക്കിംഗ് ചെയർമാൻമാരായി അംബു ഞെക്ലെ, രഘുനാഥൻ മാസ്റ്റർ എന്നിവരെയും ജനറൽ കൺവീനറായി കൃഷ്ണൻ മാസ്റ്ററെയും ട്രഷററായി തമ്പാൻ ചേടിക്കുന്നിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ by Shobhika Outlet. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി
പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. പെരളത്തുവയൽ അരിയാൽ കീഴിൽ ശ്രീ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പെരളത്തുവയൽ അരിയാൽ കീഴിൽ ശ്രീ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ ചടങ്ങ് തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പുനഃപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമവും തുടർന്ന് അധിവാസം വിടർത്തൽ, പ്രസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, വിവിധ പൂജാവിധികളും 8:18 മുതൽ 10:21 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി എന്നീ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും നടന്നു. തുടർന്ന് ആയുധ പ്രതിഷ്ഠ, കലശാഭിഷേകം, പൂജ, പ്രതിഷ്ഠാവലി, ദീപാരാധന, നിത്യ നൈമിതികൾ നിശ്ചയിക്കൽ, പ്രാർത്ഥന, പ്രസാദ വിതരണം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം മാക്കി വടക്കേക്കര തറവാട് കുറ്റിയടിക്കൽ കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവണേശ്വരം മാക്കി വടക്കേക്കര തറവാട്ടിൽ 2023-24 വർഷത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന സ്വർണ്ണ പ്രശ്ന ചിന്തയിൽ തറവാട് ക്ഷേത്രവും അനുബന്ധ ദൈവ സാന്നിധ്യ സ്ഥാനങ്ങളായ മൂവാളംകുഴി ചാമുണ്ടി, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, ഗുളികൻ, പടിഞ്ഞാറേ ചാമുണ്ടി, കാർന്നോൻ ദൈവം എന്നിവ നവീകരിക്കണമെന്നതാണ് ദൈവനിശ്ചയമായി കണ്ടത്. ആയതിന്റെ ഭാഗമായി നവീകരണ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള കുറ്റിയടിക്കൽ കർമ്മം ഭദ്രടുക്ക രമേശ് കാരന്തിന്റെ മഹനീയ കാർമ്മികത്വത്തിൽ മുത്തനടുക്കം രാഘവാനാചാരി നിർവഹിച്ചു. ചടങ്ങിൽ തറവാട്ടംഗങ്ങളും കാരണവന്മാരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നക്രാജെ ശ്രീ സന്താന ഗോപാലകൃഷ്ണ ക്ഷേത്ര ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നിരവധി ഭക്തജനങ്ങളാണ് ഒറ്റക്കോല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. ശ്രീ പള്ള ധൂമാവതി ക്ഷേത്രത്തിൽ ഇളനീർ സമർപ്പണവും ദീപാലങ്കൃത വിശേഷ കാർത്തിക പൂജയും നടന്നു. രാത്രി യക്ഷഗാന ബയലാട്ടവും ശ്രീദൈവത്തിന്റെ കുളിച്ചേറ്റവും
രാവിലെ 3 മണിക്ക് വിഷ്ണുമൂർത്തി ദൈവത്തിന്റെ അഗ്നിപ്രവേശവും തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്ര പരിസരത്തെ നൊണ്ണിക്കണ്ടത്തിൽ നടന്ന ഒറ്റക്കോല മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ഡോക്ടർ ബൃന്ദ വിശ്വനാഥ്. നുള്ളിപ്പാടിയിലെ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടന്ന സൗജന്യ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ആരോഗ്യം പ്രധാനമാണെന്നും ആരോഗ്യമില്ലെങ്കിൽ ഒന്നും നേടാനാവില്ലെന്നും ബ്രഹ്മകലശോത്സവം പോലുള്ള മതപരവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആരോഗ്യം പ്രധാനമാണെന്നും അതിനാൽ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും പ്രസാദ് നേത്രാലയിലെ ഡോക്ടർ വൃന്ദ വിശ്വനാഥ് പറഞ്ഞു. നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടന്ന സൗജന്യ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ബ്രഹ്മകലശോത്സവ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. നേത്രരോഗ വിദഗ്ധയായ അശ്രിത, മാനേജർ അബ്ദുൾ ഖലീൽ, ഡോക്ടർ സച്ചിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകേഷ് അണങ്കൂർ, ദിനേശ് അണങ്കൂർ, വരപ്രസാദ് കോട്ടക്കനി, ഉപേന്ദ്ര കോട്ടക്കനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബ്രഹ്മകലശോത്സവ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൃഷ്ണപ്രസാദ് കോട്ടക്കനി സ്വാഗതവും രാഘവേന്ദ്ര കെ.എ. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിൽ ഉദ്യോഗസ്ഥർ കള്ളവോട്ടിന് ഒത്താശ ചെയ്തുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. തൃക്കരിപ്പൂരിലെ 18 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്നും UDF. ഈ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരിക്കണം റീപോളിംഗ് എന്നും UDF ആവശ്യപ്പെട്ടു. വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നിൻ നിറമുള്ള കണിക്കൊന്നകൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു. കാസർഗോഡിന്റെ പാതയോരങ്ങളിൽ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകൾ ഒരുക്കി നിരവധി ഇടങ്ങളിലാണ് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കണിച്ചട്ടി നിർമ്മാണ തിരക്കിലാണ് കാസർഗോട്ടെ ഒരു ഗ്രാമം. മടിക്കൈ എരിക്കുളത്താണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മൺകല നിർമ്മാണം. ഈ വിഷുക്കാലത്ത് 40,000-ഓളം കണിച്ചട്ടികളാണ് ഇവിടെ ഒരുങ്ങുന്നത്. വിഷുവിന് കണി കൊണ്ടുവരാൻ കൃഷ്ണവിഗ്രഹങ്ങൾ ഒടിച്ചുകൂടാനാകാത്തതാണ്. കാർമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഊതുന്ന വിഗ്രഹങ്ങളുടെ നീണ്ട തിര തന്നെ കാണാം കാസർഗോട്ടെ പല കടകളിലും. ഇത് മനോഹരമായ വിഷു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പാറപ്പള്ളി മകാം ഉറൂസ് 15 മുതൽ 20 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 15-ന് മകാം ഉറൂസ് ചെയർമാൻ അബൂബക്കർ ഹാജി കാലിച്ചാമ്പാറ പതാക ഉയർത്തുന്നതോടെയാണ് ഉറൂസിന് തുടക്കമാവുക. ഈ വാർത്ത അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.